നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. മന്ത്ലി പ്രീമിയം ഉള്ള ചാർട്ട് തന്നെയാണ്. ഞാനും പ്രീമിയം അടക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ ഒക്കെ കുറേ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ 1 ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതിൽ ചിലപ്പോൾ നിഫ്റ്റി ആയിരിക്കും പറയുന്നത്, പക്ഷേ നിങ്ങൾ അത് ബാങ്ക് നിഫ്റ്റിയാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ ചെയ്യുന്ന ആളാണെങ്കിൽ അത് BTC ആണ്, അല്ലെങ്കിൽ ETH ആണ്, അല്ലെങ്കിൽ BNB ആണ്, അടയോ തീറ്റയോ കവയോ അങ്ങനെ ഒരുപാട് ഓൾട്ട് കോയിൻസ് ഉണ്ട്. അതാണെന്ന് വിചാരിച്ചിട്ടങ്ങ് കാണുക. കൊമോഡിറ്റി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നാച്ചുറൽ ഗ്യാസോ ക്രൂഡ് ഓയിൽ ആണെന്ന് വിചാരിക്കുക. ബാങ്ക് നിഫ്റ്റി കാണുന്ന ആൾക്കാരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെന്ന് വിചാരിക്കുക. റിലയൻസോ അല്ലെങ്കിൽ വിപ്രോയോ ITCയോ അങ്ങനെയുള്ള ഏതെങ്കിലും രാംകോ സിമെൻറ്റോ ഏഷ്യൻ പെയിൻറ്റ്സോ കോൾഗേറ്റോ BPCLോ ഒക്കെ ആണ് വിചാരിക്കണമെന്ന ആൾക്കാർ നിഫ്റ്റിയുടെ സ്ഥാനത്ത് അതാണെന്നങ്ങ് വിചാരിച്ച് കണ്ടാൽ മതി. ചാർട്ട് കോമൺ ആണ്, ഓരോന്നിൻ്റെ സ്വഭാവമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റോടു കൂടി മാർക്കറ്റ് 47,534 നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു 47,476 47,603 എന്നുള്ള ഒരു ബോക്സിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത്. ഞാനവിടെ എന്തായാലും ഒരു ബോക്സ് വരച്ചിടാം, അവിടെ കിടക്കട്ടെ. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് ഉണ്ടായാലും ചിലപ്പോൾ പെട്ടെന്നൊരു റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് വൈഡൻ ചെയ്ത് പോകാനും ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മളുടെ മൂവ്മെൻറ്റ്, അതായത് ഈ ബോക്സിന് പുറത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 47,865 വലിയ ദൂരമൊന്നും റൈഡിനെ പറ്റി ആലോചിക്കേണ്ട. ചെറിയ പ്രോഫിറ്റ്, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം. 47,476 ബ്രേക്ക് ചെയ്താൽ 47,250 എന്തായാലും ഈ രണ്ട് ഭാഗത്ത് ഈ പറയണ പോലെ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയണ പോലെ നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് എന്തായാലും 3 സ്ഥലങ്ങളേ ഉള്ളൂ. 3 അല്ല, ഒരു സ്ഥലം കൂടെ ഞാൻ വരച്ചിടാം. അപ്പോൾ അങ്ങോട്ടുള്ള മൂവ്മെൻറ്റിൽ പോയിന്റ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റേതായിട്ടുള്ള ഒരു രീതി. അതിൽ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉള്ളതിന് നമുക്ക് RSI നോക്കണം. അതേപോലെ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എൻട്രി ഹോൾഡിങ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 47,865 47,539 47,359 47,250 ഇതിൻ്റെ നിയറസ്റ്റ് ആയിരിക്കും എന്തായാലും മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് പോണ കാണുമ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടേതായിട്ടുള്ളൊരു രീതി. അപ്പോൾ ഇൻഡെക്സിൽ ഇത്ര പറയാനുള്ളൂ. വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത മാർക്കറ്റ് ആയിരിക്കണം നാളെ. അപ്പോൾ മാർക്കറ്റ് മെജോറിറ്റി ഫ്യൂച്ചർ മുകളിലേക്ക്, അതായത് ഒരു അപ്പർ മൂവ്മെൻറ്റ് വരാനാണ് മെജോറിറ്റി രാവിലെ തന്നെ ചാൻസ്. കാരണം 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനും ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 48,042 ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അവിടെയും ബ്രേക്ക് ചെയ്താൽ 48,125 48,207 വരെയൊക്കെ മാർക്കറ്റ് പോവാം. നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ 47,795 സപ്പോർട്ട്, അത് ബ്രേക്ക് ചെയ്താൽ 47,520 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിനെ പറ്റി പറയാനുള്ളത്. സിയിലാണെങ്കിൽ 303 പ്രൈസ് വരുന്ന 47,500 സി നമുക്ക് നോക്കാം. 325 ബ്രേക്ക് ചെയ്താൽ സേഫായിട്ടൊരു 450 വരെ കിട്ടുമെന്നുള്ള കാര്യം നോക്കാം. അവിടെ നിന്നും ബ്രേക്ക് ആയാൽ 562 വരെ, ഒരു 250 225 മാക്സിമം സപ്പോർട്ട്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് 137 മെൽറ്റിങ്ങിലേക്ക് മാർക്കറ്റ് പോകും. 125 123 അങ്ങേയറ്റത്തെ സപ്പോർട്ടാണ്. പിയിലാണെങ്കിൽ 200 പി നോക്കാം, അതായത് 47,600 പി. ക്രോസ് ഓവർ താഴത്തോട്ടാണ്.
ഒരു 247 അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 315, 472, 540 താഴത്തേക്കാണെങ്കിൽ വീണ്ടും മെൽറ്റിങ്ങിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബിഗിനേഴ്സിനോട് ഞാനിത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും അവരെന്തായാലും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ്. എൻ്റെ അടുത്ത് വന്ന ബിഗിനേഴ്സ് എല്ലാവരോടും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ കുറച്ച് കേൾക്കും, പിന്നെ അവരവരുടെ വഴിക്ക് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പോകാനുള്ളടത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്നുള്ള തോന്നലുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും സ്വാഗതം. ബേസിക്കൊക്കെ യൂട്യൂബിൽ നിന്ന് ഈസി ആയിട്ടൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ അവർക്കും പഠിപ്പിക്കണ്ടേ. ഞാൻ മാത്രം എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഈ ലോകം മുഴുവൻ UK വരെയും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് യോഗമുള്ളവർ ഈ ഒരു ചാർട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അതിപ്പോൾ എവിടെ പോയാലും ശരി, എവിടെ പോയില്ലെങ്കിലും ശരി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അല്ലാണ്ട് വലവീശി പിടിക്കുന്ന പരിപാടി എനിക്കില്ല. സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒട്ടനവധി ലൈവ് വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇത് പഠിച്ചാൽ പൂർണ്ണ ബോധ്യം വന്ന് കഴിഞ്ഞവർ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ വളരെയധികം നല്ലതാണ്. ഈ ലൈവ് വീഡിയോസ് കാണാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ഒരു വിശ്വാസം, ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലേ പഠിച്ചാലും സക്സസ് ആവത്തുള്ളൂ. താനെ പഴുക്കുന്നതും തല്ലിപ്പഴിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ താനെ പഴുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ തന്നെ പഴുത്ത് കായ്ച്ച് കൊലച്ച് ഒക്കെ പോകാം. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു, ട്രേഡിംഗ് അല്ല, എൻ്റെ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ശൈലിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട്, ബിഗിനർ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മാർക്കറ്റ് റെഡ് കാണുമ്പോൾ, ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് റെഡ് കാണുമ്പോൾ പേടിക്കില്ല എന്നുള്ളതാണ്. പലരും റെഡ് കാണുമ്പോൾ ചാടി ഇറങ്ങിപ്പോവും, അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകും. അപ്പോൾ സങ്കടം വരും, ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡിലേക്കൊക്കെ പോകും. റെഡ് കാണുമ്പോഴും നമ്മൾ പേടിക്കരുത്. കയറേണ്ട സ്ഥലം, ഇറങ്ങേണ്ട സ്ഥലം കൃത്യമായിട്ട് അറിയാൻ ഈ ചാർട്ട് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.